നവംബർ 28-ന് FFACയുടെ റെഡീം കോഡ് ലഭിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാണുന്ന റിവാർഡ്സുകളിൽ ഏത് റിവാർഡാണ് ഫ്രണ്ട്സ് നമ്മൾ എടുക്കേണ്ടത്? ബെസ്റ്റ് റിവാർഡ് ഏതായിരിക്കും? നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന റിവാർഡ്സ് ഏതായിരിക്കും? സോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കാണ് ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. നമുക്ക് ആദ്യം സിൽവർ ടോക്കനെ കുറിച്ച് നോക്കാം. കാരണം സിൽവർ ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് ഏത് റിവാർഡ് എടുക്കണം? അതായത് നമുക്കിവിടെ ജീപ്പിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, പാരഷൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, അൽബാരോ, പിന്നെ കപ്പേല കാണാൻ സാധിക്കുന്നുണ്ട്. ടോക്കൺ നമുക്ക് റെഡീം കോഡ് മുഖേന ലഭിക്കും. നമുക്ക് ജസ്റ്റ് ടോക്കൺ ഉപയോഗിച്ചിട്ട് എക്സ്ചേഞ്ച് അടിച്ചാൽ മാത്രം മതിയാവും. സോ ഫ്രണ്ട്സ്, ഈ ടോക്കൺ കൊടുത്തിട്ട് നമുക്ക്, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് റിവാർഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പിൽ നിൽക്കുന്ന റിവാർഡ് ആ ജീപ്പിൻ്റെ സ്കിന്നായി. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ റിവാർഡ് എന്ന് വെച്ചാൽ ജീപ്പിൻ്റെ സ്കിന്നായിരിക്കും ബെസ്റ്റ്. കാരണം ഒരു അടിപൊളി മാസമായിട്ടുള്ള ഒരു ലെജൻഡറി ജീപ്പിൻ്റെ സ്കിന്നാണിത്. നമുക്കിതിൽ നല്ല ഗ്രാഫിക്സ് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല തീമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല കാണാൻ മാസമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിവാർഡുകളിൽ ഭേദം ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ജീപ്പിൻ്റെ സ്കിന്നാണ്. നിങ്ങൾക്ക് ജീപ്പിൻ്റെ സ്കിന്ന് വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അൽവാരോ എന്ന ക്യാരക്ടർ ആയിരിക്കും. ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാനഡ് എറിയാൻ നേരം നമുക്ക് എക്സ്ട്രാ എക്സ്പ്ലോഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എബിലിറ്റിയാണ് ഫ്രണ്ട്സ്. ഓക്കെ, നല്ലൊരു എബിലിറ്റിയാണ്, തമ്മിൽ ഭേദം എന്ന് പറയാം. ദെൻ ഫ്രണ്ട്സ്, മൂന്നാമത് നോക്കുകയാണെങ്കിൽ നമുക്ക് കപ്പേള എന്ന ക്യാരക്ടർ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അൽവാരോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പേളയെ നോക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഡിക്കേറ്റ് കടിക്കാൻ നേരം നമുക്ക് എക്സ്ട്രാ HP ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നല്ല മാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മൾ ഗെയിം കളിക്കാൻ നേരം, റാങ്ക് പുഷ് ചെയ്യാൻ നേരം നമുക്ക് നല്ലൊരു എബിലിറ്റിയാണ്. ദെൻ ഫ്രണ്ട്സ്, നമ്മൾ നാലാമതാണ് ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് പാരഷൂട്ട്. സിൽവർ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യത്തെ ജീപ്പിൻ്റെ സ്കിന്ന്, പിന്നെ നമുക്ക് അൽവാരോ, പിന്നെ നമുക്ക് കപ്പേള, പിന്നെ നമുക്ക് അവസാനമാണ് ഫ്രണ്ട്സ് പാരഷൂട്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നവംബർ 28-ന് നമ്മൾ ഇവിടെ കാണുന്ന ഗോൾഡൻ ടോക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ടോക്കൺ കൂടാതെ നമുക്ക് ഈ 4 റിവാർഡിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു റിവാർഡ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ 4 റിവാർഡിൽ ഏത് റിവാർഡാണ് നല്ലത്? നമുക്ക് എടുക്കേണ്ടത് ഏത് റിവാർഡായിരിക്കും? അതായത് 3ഉം ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം നമുക്ക് ഇമോട്ടുണ്ട്, പിന്നെ നമുക്ക് ഗ്ലൂ വാളിൻ്റെ സ്കിന്നുണ്ട്, മാസമാണ്. ദെൻ ഫ്രണ്ട്സ്, നമുക്കൊരു വെപ്പൻ്റെ, അതായത് AK-47 സ്കിന്നുണ്ട്, അതും നല്ല അടിപൊളിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗ്ലൂ വാളിൻ്റെ സ്കിന്നുണ്ട്, ബട്ട് ഇമോട്ട് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇമോട്ട് എടുക്കാം. നമ്മൾ ഈ കാണുന്ന, നമ്മൾ നേരത്തെ കണ്ട ചിക്കൻ ഇമോട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇമോട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇമോട്ട് ഉണ്ട്, ബട്ട് ഫ്രണ്ട്സ് ഗ്ലൂ വാൾ സ്കിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇവിടെ കാണുന്ന ഗ്ലൂ വാൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് മാസമായിട്ടുള്ള ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂ വാളും വേണ്ട, ഇമോട്ടും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും AK-47 ഗണ്ണ് സ്കിന്ന് തിരഞ്ഞെടുക്കാം. കാരണം ഇത് നല്ല ആക്യുറസി ഒക്കെ ഉണ്ട്, റേറ്റ് ഓഫ് ഫയർ സിംഗിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മേധാവിത്വം ലഭിക്കും ഗെയിം പ്ലേയിലൊക്കെ. സോ ഫ്രണ്ട്സ്, ഇമോട്ട്, ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്, പിന്നെ നമുക്ക് AK-47 ഗണ്ണ് സ്കിൻ, ഈ 3 റിവാർഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തോന്നിയ റിവാർഡ് ഏത് റിവാർഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ ഫ്രണ്ട്സ്, എന്തായാലും നമുക്കെല്ലാവർക്കും നവംബർ 28-ന് വൈകുന്നേരം നമുക്കെല്ലാവർക്കും ഗെയിമിലേക്ക് റെഡീം കോഡ് വരുന്നുണ്ട്. സോ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. റെഡീം കോഡ് ലഭിച്ചാൽ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡീം കോഡ് ലഭിക്കുന്നതായിരിക്കും. ക്രിസ്മസിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു ലോഡിംഗ് സ്ക്രീനാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് ബണ്ടിൽസും കാണാൻ സാധിക്കുന്നുണ്ട്, ഗെയിമിലേക്ക് വരാൻ പോകുന്ന റിവാർഡ്സ് ആണ്. ദെൻ ഫ്രണ്ട്സ്, നമുക്കൊരു ലോഡിംഗ് സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ലോബി സ്ക്രീനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്കിവിടെ ക്യാരക്ടറും കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.